ദിവസങ്ങൾക്കിപ്പുറം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചിരിക്കുന്നു. ഫേസ്ബുക്കിലൂടെയാണ് കേട്ടോ. എന്തായാലും നല്ല പ്രതികരണമാണ്. വളരെ കാര്യമാത്ര പ്രസക്തമായ രീതിയിൽ അല്പം നീണ്ടതാണെങ്കിൽ കൂടി ആ ഒരു പ്രതികരണം തീർച്ചയായിട്ടും ഒരു അഭിനന്ദനം അർഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു വില അർഹിക്കുന്നു, ഒരു വാല്യൂ അർഹിക്കുന്നു. 2 തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി നടത്തിയ ആ ഒരു സ്റ്റാൻഡേർഡ് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്, ഫേസ്ബുക്ക് കുറിപ്പിന് ഉണ്ട് എന്നത് തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിച്ചേ പറ്റും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ജനവിധിയെ ആദരവോടെ സ്വീകരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ UDFനെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതിൽ തന്നെ വ്യക്തമായ ഒരു സ്റ്റാൻഡേർഡുണ്ട്, ഒരു നിലവാരമുണ്ട് അതിന്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തുടരുകയാണ്. മുന്നണിയെ സംബന്ധിച്ചിടത്തോളം തീർത്തും അപ്രതീക്ഷിതമായ തിരഞ്ഞെടുപ്പ് ഫലമാണ് വന്നിട്ടുള്ളത്. എല്ലാവിധ എതിർ പ്രചരണങ്ങൾക്കും അക്രമങ്ങൾക്കും ഇടയിൽ LDFന് ജനങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. 3-ാം വട്ടം തുടർച്ചയായി പ്രതീക്ഷിച്ച വിജയം കൈവിട്ടെങ്കിലും വലിയൊരു ജനവിഭാഗം LDFനൊപ്പം ഉറച്ചു നിന്നു എന്നത് ഞങ്ങൾക്ക് വലിയ ആശ്വാസം തരുന്ന കാര്യമാണ്. 35 സീറ്റ് നേടിയല്ലോ. LDFന് ഈ ജനവിധി ഒരു അവസാനമല്ല, മറിച്ച് തുടർച്ചയായ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള പുതിയ തുടക്കമാണ്. ജനങ്ങളുടെ വിശ്വാസം മെച്ചപ്പെട്ട നിലയിൽ വീണ്ടെടുക്കാനും കൂടുതൽ ശക്തമായി മുമ്പോട്ട് പോകാനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഉടനീളം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു എന്നത് നിസ്സംശയമാണ്. അതിൻ്റെ കുറേ ഈ വികസന പ്രവർത്തനങ്ങളുടെ കുറേ ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ വ്യാജ പ്രചരണങ്ങൾ പലപ്പോഴും നടത്തി. അതുപോലെ LDFന് വേണ്ടി 10,000-കണക്കിന് പ്രവർത്തകർ നടത്തിയ അവരുടെ പ്രവർത്തനത്തെ അഭിനന്ദിക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങളെ എതിർത്ത ശക്തികൾ UDF, BJP, ചില മാധ്യമങ്ങളുടെ നിലപാട് ഇവയെല്ലാം ചേർന്നുണ്ടാക്കിയ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഈ ഫലമുണ്ടായത് എന്ന് ന്യായീകരിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, തീർച്ചയായിട്ടും രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മാറി വരുമല്ലോ. ഒരു സംസ്ഥാനമല്ലേ, ഒരു തെരഞ്ഞെടുപ്പല്ലേ, ഒരു 2-3 മുന്നണികൾ മത്സരിക്കുകയല്ലേ. ജനങ്ങൾ നൽകിയ വിധിയെ മാനിച്ച് കൂടുതൽ ശക്തമായി പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്നു. കേരളത്തിൻ്റെ ഭാവിക്കായി, ജനങ്ങളുടെ ക്ഷേമത്തിനായി, ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടി പോരാട്ടം തുടരും. അതുപോലെ ഉടൻ തന്നെ തിരിച്ചുവരും എന്ന പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ആണ് പിണറായി വിജയൻ ഈ ഒരു പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഞാൻ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ വായിച്ചുള്ളൂ, പ്രേക്ഷകർക്ക് കാണാം. എന്തൊക്കെയായാലും നമ്മളതിനെ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റേതായ രാഷ്ട്രീയ നിലപാടിൽ നിന്നുകൊണ്ട്, രാഷ്ട്രീയ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഒക്കെ തന്നെ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളെ അല്ലെങ്കിൽ മറ്റ് പാർട്ടികളെ, അവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ എതിർക്കുകയും അതിനെ ചെറുത്ത് തോൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് രാഷ്ട്രീയ സാംസ്കാരികതയാണല്ലോ. ആയിക്കോട്ടെ, തീർച്ചയായിട്ടും അങ്ങ് 10 വർഷം കേരളത്തെ ഭരിച്ചതിന് അങ്ങയോടുള്ള നന്ദി അറിയിക്കുന്നു ജനങ്ങൾ. തീർച്ചയായിട്ടും ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. കൂടുതൽ ശക്തമായി തിരിച്ചു വരാൻ അങ്ങേക്കും അങ്ങയുടെ പ്രസ്ഥാനങ്ങൾക്കും കഴിയട്ടെ, അങ്ങയുടെ കൂടെയുള്ള പ്രസ്ഥാനങ്ങൾക്കും ഒക്കെ തന്നെ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്.